ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ നോക്കാം. ഇന്ത്യയിൽ ഇലക്ട്രിക് SUV രംഗത്ത് പുതിയ മത്സരം ആരംഭിച്ച് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ XUV 3XO EV ഡെലിവറി തുടങ്ങി. കുറഞ്ഞ വിലയിൽ മികച്ച പ്രകടനമാണ് ഈ മോഡലിന്റെ ഹൈലൈറ്റ്. AX5, AX7L എന്നീ രണ്ട് വേരിയന്റുകളിലായി എത്തുന്ന ഈ കോമ്പാക്ട് ഇലക്ട്രിക് XUV 3XOയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചത്. ക്ലോസ്ഡ് ഗ്രിൽ, ബ്രോൺസ് ഇൻസേർട്ടുകൾ, പുതിയ അലോയ് വീലുകൾ തുടങ്ങിയ ഡിസൈൻ മാറ്റങ്ങൾ EV മോഡലിനെ വ്യത്യസ്തമാക്കുന്നു. 39.4 കിലോവാട്ട് ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്ന ഈ വാഹനം 150 HP കരുത്തും 310 Nm ടോർക്കും നൽകുന്നു. ഒറ്റ ചാർജിൽ 456 കിലോമീറ്റർ വരെ റേഞ്ചും വെറും 8.3 സെക്കൻഡിൽ 0 മുതൽ 100 km/h വേഗതയും കൈവരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 10.2 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഡിജിറ്റൽ ഡിസ്പ്ലേ, വയർലെസ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് 6 എയർ ബാഗുകൾ, ESP, ADAS സംവിധാനങ്ങൾ എന്നിവയും നൽകിയിട്ടുണ്ട്. 50 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഈ മോഡലിന്റെ എക്സ് ഷോറൂം വില 13.89 ലക്ഷം മുതൽ 14.96 ലക്ഷം വരെയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 199 രൂപയുടെ പുതിയ പ്രീപെയ്ഡ് പ്ലാനുമായി റിലയൻസ് ജിയോ വീണ്ടും ടെലികോം വിപണിയിൽ ശ്രദ്ധ നേടുന്നു. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ഡാറ്റയും കോളിംഗും നൽകുന്ന ഈ നീക്കം ബജറ്റ് ഉപഭോക്താക്കളെ ലക്ഷ്യമിടുന്നതാണ്. പുതിയ പ്ലാനിൽ ദിവസവും 1.5 GB ഹൈസ്പീഡ് ഡാറ്റ, അൺലിമിറ്റഡ് നാഷണൽ കോളിംഗ്, പ്രതിദിനം 100 SMS എന്നിവ ലഭിക്കും. 18 ദിവസമാണ് കാലാവധി. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഡാറ്റ ആവശ്യമായ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇത് മികച്ച ഓപ്ഷനായി കണക്കാക്കുന്നു. ഇതിനോടൊപ്പം ജിയോ ഭാരത് പ്ലാനുകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഗ്രാമീണ മേഖലയിലുള്ള ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പ്ലാനുകളുടെ പേരുകൾ ലളിതമാക്കി. വെറും 123 രൂപ മുതൽ ആരംഭിക്കുന്ന പ്ലാനുകൾ ഫീച്ചർ ഫോൺ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ടെലികോം മേഖലയിലെ മത്സരം കടുപ്പിക്കാനുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തുന്നത്. കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനങ്ങൾ നൽകുന്നതിലൂടെ വിപണിയിൽ ആധിപത്യം തുടരാനാണ് ജിയോയുടെ ശ്രമം. പുതിയ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആകർഷകമായ പ്ലാനുകൾ പ്രതീക്ഷിക്കാമെന്നും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓൺലൈൻ ഗെയിമിംഗിന് കർശന നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ. മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമത്തിലൂടെ ഉപഭോക്തൃ സുരക്ഷയും വ്യവസായ സുതാര്യതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയെ നിയന്ത്രിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി പുതിയ ഓൺലൈൻ ഗെയിമിംഗ് റെഗുലേഷൻ ആക്ട് ചട്ടങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് നിലവിലുള്ള നിരോധനം തുടരും. എന്നാൽ സാധാരണ സോഷ്യൽ ഗെയിമുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കില്ല. പുതിയ നിയമം നടപ്പാക്കുന്നതിനായി ഡൽഹി ആസ്ഥാനമാക്കി ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര അതോറിറ്റി രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി ഓരോ ഗെയിമും സ്പോർട്സ് ആണോ അല്ലെങ്കിൽ പണം വെച്ചുള്ള ചൂതാട്ടമാണോ എന്ന് നിർണ്ണയിക്കാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. നിബന്ധനകൾ പാലിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് 10 വർഷത്തേക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകും. പ്രായപരിശോധന, രക്ഷാകർതൃ നിയന്ത്രണം, സമയപരിധി എന്നിവ നിർബന്ധമാക്കുന്നതും പുതിയ നിയമത്തിന്റെ ഭാഗമാണ്. ഉപയോക്താക്കളുടെ പരാതികൾ പരിഹരിക്കാൻ പ്ലാറ്റ്ഫോം തലത്തിലും കേന്ദ്ര അതോറിറ്റി തലത്തിലും സംവിധാനമുണ്ടാകും. 30 ദിവസത്തിനുള്ളിൽ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കണം. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ചട്ടങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.